അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് നിൽക്കാണ്ട് കേട്ടോ. അതായത് ഞാൻ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഷറാറയാണ് കേട്ടോ, ഒരു ഗ്രേ കളർ ഷറാറയാണ്. എന്തായാലും ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് ഒരു ഹാഫെങ്കിലും കാണിച്ചു തരാം, പറ്റാതെ തന്നെ ഞാൻ ഫുള്ളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് കേക്കിയിട്ടുണ്ട്, പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മാർസിൻ്റെ പ്രൈമറാണ്. പ്രൈമർ ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ചെറുതായിട്ട് വന്നിക്കണമെന്ന് തോന്നുന്നു ഗൈസ്, കാരണം ഭയങ്കര പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് ആ പ്രൈമറൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഞാൻ മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോറി ഗൈസ്, അതിന് മുമ്പ് കൺസീലർ ഉപയോഗിക്കാനുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രോ കൺസീലർ തന്നെയാണ്. ജസ്റ്റ് ഈ അണ്ടർ ഐ കൂടി മേലേക്കൊന്ന് ജസ്റ്റ് കുറച്ച് ആയി കൊടുക്കാം കേട്ടോ. പിന്നെ കൺസീലർ വെച്ച് കളയാം. ഒരു സ്പഞ്ച് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ആവണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതാ ഗൈസ്, ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു ടിൻറ്റഡ് അല്ലാത്തൊരു ലിപ് ബാമാണ്. ഇനി അടുത്തത് ഞാൻ ഫേവറേറ്റ് മോയ്സ്ചറൈസർ, ഗ്ലൂട്ടായിൻ്റെ മോയ്സ്ചറൈസർ കുറച്ച് ഇട്ടാൽ മതി. അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ വന്നത് നമ്മുടെ മെബ്ലിൻ ഫിറ്റ്മീൻ്റെ 3. പിന്നെ ഇങ്ങനെ ഇട്ടാലും നല്ലൊരു മിനിമലായിട്ട് തന്നെ ആയിരിക്കും. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടാൽ തോന്നുന്നു നല്ലോണം ഉണ്ട്, പക്ഷെ മോയ്സ്ചറൈസറും കൂടി ഇട്ടുകൊണ്ട് അത്രയ്ക്കില്ല ഗൈസ്. നമുക്ക് ഷാളിൻ്റെ അവിടെ പോയി ഞാൻ ഈ ഷാളല്ല ഇട്ടോ ഇടാൻ പോകുന്നത്. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ലൂസ് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ മെബ്ലിൻ്റെ ആണ് ഇട്ട് കൊടുക്കുന്നത്. മിററിൽ നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആയി കൊടുക്കാം. അപ്പോൾ ആ ലൂസ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടണം. എങ്ങനെ ഇഷ്ടമാകുമ്പോൾ പിന്നെ എക്സസൈസ് ആയിട്ടില്ല, അത് പോയിക്കോളും. ലൂസ് പൗഡർ ആകുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. ആദ്യം ജെസേബ്സിൻ്റെ ഈ ലിപ്പ് ആൻഡ് ഷീറ്റിൻ്റെ ഒന്ന് എടുത്തിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഗ്ലിറ്ററി സൈഡ് എടുക്കാനാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാട്ടോ കരുതിയിട്ടുള്ളത്, കാരണം ഐ ഷാഡോ അതിൻ്റെ അടുത്ത് ഉള്ളത് പൊട്ടിപ്പോയി ഗൈസ്. ഇത് ലൈറ്റായിട്ട് പിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്ലിറ്ററി സൈഡ് ഇടാൻ വേണ്ടിയിട്ട് മാർസിൻ്റെ ഫേസ് കിറ്റ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഈ പിങ്കി ഫിംഗർ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കടി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം. എന്തായാലും ഞാൻ മിററിലൊന്ന് നോക്കി നോക്കട്ടെ. ഗൈസ്, മിററിൽ നോക്കാതെ തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐലൈനർ, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐലൈനർ ഇമേന്ന് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഐലൈനറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹാഫായിട്ട് വിങ്സ് വെച്ചെടുത്തേക്കാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ മസ്കാര ഇതാ ഇട്ട് കഴിഞ്ഞു. നന്നായിട്ട് വോളിയം കിട്ടിയിട്ടുണ്ട് കേട്ടോ മസ്കാരക്ക്. ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഇവിടെ നോക്കണമെന്ന് അറിയില്ലേ. സിസ് ബ്യൂട്ടീൻ്റെ ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് നമുക്ക് ലൈറ്റായിട്ട് കുറച്ചുകൂടി ഒരു കോട്ട് ഇട്ട് കൊടുക്കാം, കാരണം നിൽക്കാല്ല ഗൈസ്. നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. എനിക്ക് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലഷാണ്. അത് നമുക്ക് വാരിക്കൊരിയിടാം. നമുക്ക് എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എത്ര എടുത്തിട്ടുണ്ടെങ്കിൽ 1 2 എടുത്തിട്ട് കൂടിപ്പോയോന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലഷ് വെച്ചിട്ടാണ് കേട്ടോ ബ്ലഷ് ഇതായി കൊടുക്കുന്നത്. ഗൈസ്, മൂക്കിൽ ബ്ലഷ് അല്ല കേട്ടോ, മൂക്കത്ത് ബ്ലഷ് തോത്തി കുറച്ച് റെഡായതാണ്. നമുക്ക് മേക്കപ്പ് ഫിക്സർ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കഴിയും കേട്ടോ.
കഴിഞ്ഞു. ഇനി ഞാൻ ഷാള് മാറ്റി ചൂട്ടിയും കമ്മലൊക്കെ ഇട്ടിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഫൗണ്ടൽ. എന്താ അപ്പോൾ ഞാൻ ചൂട്ടി വെച്ചു, കമ്മലിട്ടു. ഇനി ഞാൻ എൻ്റെ ഇതിൻ്റെ വലിയ ഷാളും കൂടി ഇട്ടിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഷാൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്ര ടാറ്റാ.